ആദ്യമായിട്ട് നിങ്ങൾ instasmm.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം സൈൻ അപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ യൂസർ നെയിം, അതുപോലെ തന്നെ ഇമെയിൽ, വാട്സാപ്പ് നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ് എല്ലാം ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുകളിൽ കൊടുത്ത പാസ്വേഡ് തന്നെ ആയിരിക്കണം കൺഫേം പാസ്വേഡിലും കൊടുക്കേണ്ടത്. പാസ്വേഡിൽ നിങ്ങൾ ക്യാപ്സ് ലോക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെയും താഴത്തും ക്യാപ്സ് ലോക്ക് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ശേഷം നിങ്ങൾ ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രീഡ് വിത്ത് ടേംസ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ടാണ് നിങ്ങൾ സൈൻ അപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പാസ്വേഡും യൂസർ നെയിമും നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അതായിരിക്കും പിന്നീടേക്ക് നമുക്ക് ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സൈൻ അപ്പ് ചെയ്യുമ്പോൾ വേറെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഒരിക്കലും സ്പേസ് കൊടുക്കരുത്. പേര് കൊടുക്കുമ്പം സ്പേസ് കൊടുക്കരുത്. അതുപോലെ തന്നെ നമ്പർ എഴുതുമ്പോഴും സ്പേസ് കൊടുക്കരുത്. എല്ലാം ഒരുമിച്ച് എഴുതണം. അതുപോലെ തന്നെ പാസ്വേഡ് മിനിമം 8 എണ്ണം ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമുക്ക് തന്നെ മനസ്സിലാകും. പക്ഷേ ഒന്നുകൂടെ നിങ്ങൾക്ക് കൺഫേം ആക്കാൻ വേണ്ടി പറയാണ്. ഒരുപാട് പേര് ലോഗിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു വരാറുണ്ട്. അടുത്തത് ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ബൂസ്റ്ററിൽ എമൗണ്ട് ആഡ് ചെയ്യുന്നതാണ്. ആദ്യം ആഡ് ഫണ്ട് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ആ ആഡ് ഫണ്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു QR കോഡ് കാണാം, ഭാരത് പേയുടെ. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഗൂഗിൾ പേയിലൂടെ ആണെങ്കിൽ ഗൂഗിൾ പേയിലൂടെ, അല്ലെങ്കിൽ ഫോൺ പേയിലൂടെ ആണെങ്കിൽ ഫോൺ പേയിലൂടെ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ചെയ്യണം. 50 റുപ്പീസാണ് മിനിമം ആയിട്ട് ആഡ് ചെയ്യേണ്ടത്. ഗൂഗിൾ പേയിലൂടെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് UPI ട്രാൻസാക്ഷൻ ID എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കാണാം. അത് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ എൻ്റർ UTR നമ്പർ എന്ന് പറഞ്ഞ അവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ എത്രയാണോ എമൗണ്ട് ആഡ് ചെയ്ത് അത് അവിടെ പേസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ഫോൺ പേയിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് UTR നമ്പർ അവിടെ കിട്ടുന്നതായിരിക്കും. പേയ്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് UTR നമ്പർ കിട്ടുന്നതായിരിക്കും. ഹായ്, ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ബൂസ്റ്ററിൽ നിന്നും ഓർഡർ ചെയ്യുക എന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാറ്റഗറി സർവീസസ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് കാണാം. നമുക്ക് കാറ്റഗറിയിൽ ഒരുപാട് സർവീസസ് കാണാം. ഇൻസ്റ്റാഗ്രാം റീൽസ് വ്യൂസ്, ഫോളോവേഴ്സ്, കമൻറ്റ്, ഷെയർ, യൂട്യൂബ് സർവീസസ്, ഫേസ്ബുക്ക് സർവീസസ്. നമുക്ക് ആവശ്യമായിട്ടുള്ള സർവീസസ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം. റീൽസ് വ്യൂസ് സെലക്ട് ചെയ്തു ശേഷം നമ്മൾ സർവീസസിലോട്ട് പോവാണ്. സർവീസസിൽ നമുക്ക് ഒരുപാട് റീൽസ് വ്യൂസ് ടൈപ്സ് കാണാവുന്നതാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വ്യൂസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഇൻസ്റ്റാഗ്രാം വ്യൂസ് എമർജൻസിയാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ പെട്ടെന്നാവുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നത് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് വ്യൂസിന്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അക്കൗണ്ട് എപ്പോഴും പബ്ലിക് ആയിരിക്കണം. ശേഷം ക്വാണ്ടിറ്റിയിൽ നമുക്ക് എത്രയാണോ വ്യൂസ് വേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ന്യൂ ഓർഡർ കൊടുക്കുക. ഓർഡർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഇവിടെ ഓർഡർ ID, അതുപോലെ തന്നെ എത്രയാണോ ചാർജ് എല്ലാം ഇവിടെ കാണിക്കുമെന്നാണ്. അടുത്തതായിട്ട് നമുക്ക് വേറൊരു കാറ്റഗറിയിൽ നിന്നും നമുക്ക് ഇനിയിപ്പം ലൈക്സ് വേണം. അവിടെ കാറ്റഗറിയിൽ പോയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ലൈക്സ് സർവീസസ് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സർവീസസ് ഏതാണോ സർവീസ്, ഏത് ടൈപ്സ് ലൈക്സ് ആണോ വേണ്ടത് ആ ഒരു സർവീസസിൽ നിന്നും നമ്മൾ ലൈക്സ് സെലക്ട് ചെയ്യുന്നു. നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഫോളോവേഴ്സ് ആണോ പർച്ചേസ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പബ്ലിക് ആവണോ, അതുപോലെ തന്നെ റിവ്യൂ ആൻഡ് ഫോളോ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും സെറ്റിംഗ്സിൽ. അത് നിങ്ങൾ ഓഫ് ആക്കിയിടണം. ശേഷമാണ് നിങ്ങൾ പ്രൊഫൈൽ ലിങ്ക് വെച്ചിട്ടാണ് നിങ്ങൾ ഫോളോവേഴ്സ് ഇതിൽ നിന്ന് ചെയ്യേണ്ടത്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആഡ്മിനുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.